ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചിക്കൻ്റെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗാർലിക്ക്, കുറച്ച് ജിഞ്ചർ, പിന്നെ കുറച്ച് കരിവേപ്പില. ചിക്കൻ നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം, പാത്രം ഗ്യാസിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൊക്കനട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാവുന്നതാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓണിയൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സാൾട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ഗാർലിക്ക് ഇട്ട് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ജിഞ്ചറും ഇട്ട് കൊടുക്കുകയാണ്. ജിഞ്ചറും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അത് വഴറ്റിയെടുക്കേണ്ടതാണ്. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനകത്ത് നമ്മൾ മസാലയൊന്നും ഇട്ടിട്ടില്ല, പ്ലെയിൻ ചിക്കനാണ്. ആ ചിക്കൻ തന്നെ ഈ ഉള്ളിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളിയിൽ എല്ലാം നല്ലതായിട്ട് ആ ചിക്കൻ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നല്ലതായിട്ട് ദാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ വഴണ്ട് വന്നതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ഒരു 2 ടീസ്പൂൺ ഗരം മസാല, നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നാടൻ ഗരം മസാലയാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യണം. കാര്യം ഇതിനകത്തുള്ള നമ്മൾ ആ പൊടികളെല്ലാം ആ ചിക്കനകത്ത് നമ്മൾ ആ ഓണിയനകത്ത് എല്ലാം നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അത് ശേഷം അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, ഇനി ആർക്കും വെറും ഒരു 10 മിനിറ്റിനുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ചിക്കൻ കറി ആർക്കും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി നല്ല മണത്തോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറിയായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.